ഇവിടെ അടിച്ച് കിണ്ടിയാണ്. കിണ്ടിയല്ല പറയണില്ല. ഇവള് വോട്ട് അടിച്ച് കിണ്ടിയാണ്. ഞാൻ വോട്ട് അടിച്ചില്ല. ഇവള് വോട്ട് അടിച്ചും ഹുക്ക് അടിച്ചു. ഹുക്ക, ഓൺലി ഹുക്ക. ഹായ് അമീഗോസ്. അങ്ങനെ സെക്കൻഡ് ഡേ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതും ഒരു ക്രൂസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഷിപ്പിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഇതുമാതിരി ഒരു ഓറഞ്ച് കളർ റിബൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കെട്ടിത്തന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഷിപ്പിനുള്ളൊരവസ്ഥ. നമ്മുടെ ലഞ്ച് ഈ ഷിപ്പിനുള്ളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഈ ഒരു ഷിപ്പ് ഇത് നടുക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ഇതുമാതിരി ചുറ്റിനും വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യും. അതാണ് സംഭവം. 4 വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അതിൽ 3 എണ്ണത്തിൽ അങ്ങാണ്ട് ഞങ്ങൾ കയറി. പിന്നെ ഒരെണ്ണത്തിൽ കയറിയില്ല. കാര്യം എന്താ വെച്ചാൽ അതിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ആകെ നനഞ്ഞു പോവും. അതുകൊണ്ട് അതിൽ കയറിയില്ല. ബാക്കി 3 എണ്ണത്തിൽ ഞങ്ങൾ കയറി. നല്ല രസമുണ്ടായിരുന്നു. സംഭവം ഒരുപാട് ദൂരേക്കൊന്നും പോയില്ല. ഇതുമാതിരി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് അവിടേക്ക് തന്നെ എത്തിക്കും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷിപ്പിൽ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, നടുക്കടലിൽ കൂടെ ഇങ്ങനെ കുറേ നേരം ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലഞ്ചും വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എന്ന് പറയുന്നത് DJ ആയിരുന്നു. അതുകൊണ്ട് ആ ഷിപ്പിൽ തന്നെ താഴെ ഒരു ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറിൽ DJ പാട്ട് വെച്ചിട്ട് നമുക്ക് നിന്നിങ്ങനെ തുള്ളാം. കുറേ നേരം നിന്ന് ഡാൻസ് കളിക്കാം. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പാട്ടുകളൊന്നും ആയിരുന്നില്ല. അവിടെ വേറെ കുറേ പാട്ടുകളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പാട്ട് കേട്ടത്തുള്ള കാരണം എല്ലാവരും കൂടെ എന്താ പറയുക, അച്ഛനും അമ്മയും അണ്ണൻചാണനും ആയിരുന്നു എല്ലാവരും കൂടെ ചുറ്റിന് നിന്ന് ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നൈറ്റ് നമ്മൾ ബീച്ചിലോട്ടാണ് വന്നത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബീച്ച് എന്ന് പറയുന്നത് വാഗ ബീച്ച്. ഇവിടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് കിഡിലാണ്. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത്, അതായത് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതുമാതിരി ഹൂക്കയും അതുപോലെ തന്നെ വൈൻ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന കുറേ അധികം റെസ്റ്റോറൻറ്റുകൾ, ഫുഡും ഉണ്ട് കേട്ടോ, ഒക്കെ കിട്ടുന്ന ആ സ്ഥലങ്ങളൊക്കെ അവർ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നൈസ് വൈബാണ്. എന്തായാലും ഗോവ വരെ പോയതല്ലേ, അപ്പോൾ നമുക്ക് ഹുക്കി ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു. ഞാൻ ട്രൈ ചെയ്തു, ഏട്ടൻ ട്രൈ ചെയ്തു, കണ്ണൻ ചേട്ടൻ ചെയ്തു, കുഞ്ഞാവ ചെയ്തു, അച്ഛന്മാർ ചെയ്തു, അമ്മമാർ പക്ഷെ ചെയ്തില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും എക്സ്പ്ലോർ ചെയ്തു. സംഭവം എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും കിട്ടിയില്ല. കാര്യം ഞാൻ അത് വലിച്ചിട്ട് എനിക്കത് വർക്കായില്ല. ബാക്കി എല്ലാവർക്കും വർക്കായി, നൈസായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ പറഞ്ഞത് നല്ലോണം അകത്തേക്ക് വലിച്ച് ഹോൾഡ് ചെയ്തിട്ട് സ്മോക്ക് പുറത്തേക്ക് വിടാൻ പറ്റുന്ന ആൾക്ക് നല്ല ശ്വാസകോശം ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ എന്നാൽ അത്രയും നല്ല ലക്കായിട്ടുള്ള പേഴ്സണൽ കാര്യം. എനിക്കത് വലിക്കാനും പുറത്തേക്ക് പുക വിടാനൊന്നും പറ്റിയില്ല. ബാക്കി എല്ലാവരും എന്താ പറയുക സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അവർക്കത് വർക്കായി, എനിക്കത് വർക്കായില്ല. സംഭവം ആ ചേട്ടൻ വെറുതെ പറഞ്ഞായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പിന്നെ നൈറ്റ് ആയ കാരണം നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയില്ല. കുറേ നേരം അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലവും പിന്നെ ആ നൈറ്റുള്ളൊരു വൈബും. അങ്ങനെ എല്ലാം കൊണ്ടും ആ ബീച്ച് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് ബീച്ചിലോട്ട് വരുന്ന കാരണം ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് എല്ലാവരും ഷോർട്സൊക്കെ ഇട്ട് അച്ഛന്മാരെ കൊണ്ട് ഷോർട്സും ഇതുപോലത്തെ ഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ നൈറ്റ് ആയ കാരണം ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല. എടി കുറച്ചധികം വലിക്കടി ശൂന്യൊന്ന്. അങ്ങനെ സെക്കൻഡ് ഡേയും ഇതോടുകൂടി അവസാനിച്ച് ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ തേർഡ് ഡേ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ കഴിച്ച ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഫുഡ് തന്നെയാണ്. ഡൈൻ ആൻഡ് ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കേരളീയ ഭക്ഷണം കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5 കൊടുക്കണം. അത്ര അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഒരു ബീച്ചിലോട്ടാണ്. ഈ ബീച്ചിൻ്റെ പേരാണ് മിരാമർ. ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കുക്കുംബർ, പൈനാപ്പിൾ, പേരയ്ക്ക, മാങ്ങ. ഇതെല്ലാത്തിലും സോൾട്ട് ആൻഡ് ചില്ലി പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സ്പൈസ് കൂടുതൽ വേണ കാരണം നമ്മൾ കുറച്ചധികം കൂടെ അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ട് നടന്നിരുന്നത്. സംഭവം ഭയങ്കര രസമാണല്ലോ, അതും തിന്നുകൊണ്ട് ഇങ്ങനെ ചുമ്മാ നടക്കാനായിട്ട്. ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഫുൾ തണൽ മരങ്ങളാണ്. ആ തണൽ മരങ്ങളുടെ ഇടയിൽ കൂടെ നല്ല തണുത്ത കാറ്റും കൊണ്ട് നമുക്കിങ്ങനെ ചുമ്മാ നടക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ ചുമ്മാ നടക്കാനൊക്കെ ആയിട്ടും പറ്റിയ പ്ലേസാണത്. നല്ലൊരു പീസ്ഫുൾ ആൻഡ് പോസിറ്റീവ് വൈബാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ചർച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ആൻഡ് റോമൻ കത്തോലിക് ചർച്ചാണ്. എന്തൊക്കെയോ കുറേ പുരാതന കഥകളുള്ള ഒരു ചർച്ചാണിത്.
പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഗോവയുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഗോവ താലിയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഇതാണ് ഗോവ താലി. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ ആയിരുന്നു മെയിൻ, പിന്നെ അവരുടേതായിട്ടുള്ള കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ, പിന്നെ ക്രാബ് റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും ഏട്ടനും കണ്ണൻ ചേട്ടനും ഫിഷ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങളത് ട്രൈ ചെയ്തില്ല. ഞങ്ങൾ പകരം ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഷോപ്പിങ്ങിനായിരുന്നു. ഓൾമോസ്റ്റ് ആ 3rd ഡേയും അവിടെ അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് പോയ സ്ട്രീറ്റിൻ്റെ പേര് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചെരുപ്പ്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല. പിന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലിടാനായിട്ട് പാൻറ്റ്, പിന്നെ ട്രാവലിംഗ് ബാഗ്, കണ്ണൻ ചേട്ടനും ചേട്ടന്മാരൊക്കെ കൂടെ പോയിട്ട് മറ്റേ സാധനമില്ലേ ഗോവ സ്പെഷ്യൽ ഐറ്റം, അയ്യോ അതിൻ്റെ പേരെന്തായിരുന്നു, ആ സാധനം തന്നെ, ഫിനി, അതൊക്കെ വാങ്ങിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് എങ്ങോട്ടേക്കാണ് പോയത്? എയർപോർട്ടിലോട്ടാണ് പോയത്. അതോടുകൂടെ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.